നമസ്കാരം. ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ പുതിയ റിവിഷൻ സീരീസ് ആരംഭിക്കുകയാണ്. ടെലഗ്രാമിൽ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് മുൻ ദിവസം പഠിച്ച SCERT പാഠഭാഗങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട MCQ ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ പഠിച്ചതെല്ലാം വീണ്ടും ഓർമ്മിപ്പിക്കാനും അതോടൊപ്പം പരീക്ഷയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ തയ്യാറാകാനും ഈ ഒരു സീരീസ് സഹായകമാകും എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പഠിച്ച 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ പാർട്ട് 1 നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 1 പ്രധാനപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി ആയിരിക്കും പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നത് 7 മണിക്ക്. അതിനുള്ളിൽ നിങ്ങൾ എക്സാം എഴുതുക, എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എങ്കിൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: ഗാന്ധിജി അഹിംസയിലൂന്നിയ തൻ്റെ സമരമുറയായ സത്യാഗ്രഹം ആദ്യമായി പരീക്ഷിച്ചത് എവിടെയാണ്? ചമ്പാരൻ, ദക്ഷിണാഫ്രിക്ക, അഹമ്മദാബാദ്, ലണ്ടൻ. ആൻസർ എല്ലാവരും നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. പറയുവാണ് കേട്ടോ, ദക്ഷിണാഫ്രിക്ക അല്ലേ. അതായത് ഗാന്ധിജി തൻ്റെ വംശീയ വിവേചനങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്കും സത്യാഗ്രഹ പരീക്ഷണങ്ങൾക്കും തുടക്കം കുറിച്ചത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തിയതെന്നാണ് 1915 ജനുവരി 9. ഇനി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ദേശീയ സേവന ദിവസം, സത്യഗ്രഹ ദിവസ്, പ്രവാസി ഭാരതീയ ദിവസം, ദേശീയ പര്യടന ദിവസം. ഏതാണ്? ഓപ്ഷൻ സി, പ്രവാസി ഭാരതീയ ദിവസ്, ദേശീയ പ്രവാസി ദിനം അല്ലേ. 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി ഉപവാസം അനുഷ്ഠിച്ച സമരം ഏതാണ്? ശ്രദ്ധിക്കുക, എന്താണ് ഉപവാസം അനുഷ്ഠിച്ച സമരം? ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ഖേദ സത്യാഗ്രഹം, റൗലറ്റ് സത്യാഗ്രഹം. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, അഹമ്മദാബാദ് മിൽ സമരമാണ് വരുന്നത്. ഗുജറാത്തിലാണ് അല്ലേ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പ്ലേഗ് മോണസ് നിർത്തലാക്കിയതിനെതിരെ തുണിമിൽ തൊഴിലാളികൾക്കായി നടത്തിയ സമരത്തിലാണ് അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായി ഉപവാസ സമരം നടത്തിയത്. 4ാമത്തെ ചോദ്യം: വാറൻ്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടവിൽ വയ്ക്കാനും ബ്രിട്ടീഷ് സർക്കാരിന് അധികാരം നൽകിയ കരിനിയമം ഏതാണ്? മദ്രാസ് ഫോറസ്റ്റ് ആക്ട്, തീൻകദിയ നിയമം, റൗലറ്റ് നിയമം, ക്ലിപ്സ് നിയമം. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി അല്ലേ, റൗലറ്റ് നിയമമാണ്. 1919 ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലറ്റ് നിയമം വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒന്നായതിനാലാണ് അതിനെ കരി നിയമം എന്ന് വിളിച്ചത് കേട്ടോ. ഓക്കെ, അടുത്തത്: ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ രാജ്യവ്യാപക ബഹുജന പ്രക്ഷോഭം ഏതാണ്? ചമ്പാരൻ, ഖേദ സത്യാഗ്രഹം, ബർദോളി നിസ്സഹരണ സമരം. ഏതാണ് വരുന്നത്? രാജ്യവ്യാപക ബഹുജന പ്രക്ഷോഭം. ഓപ്ഷൻ ഡി ആണല്ലേ, നിസ്സഹരണ സമരമാണ്. എന്തുകൊണ്ടാണ്? ആദ്യകാല സമരങ്ങൾ പ്രാദേശിക തലത്തിൽ, ഇപ്പോൾ ചമ്പാരൻ, അഹമ്മദാബാദ്, ഖേദയൊക്കെ എന്താണ്, പ്രാദേശിക തലത്തിൽ ഒതുങ്ങി നിന്നവയായിരുന്നു. എന്നാൽ 1920 ആരംഭിച്ച നിസ്സഹരണ പ്രസ്ഥാനമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ രാജ്യവ്യാപക ബഹുജന പ്രക്ഷോഭം. 6ാമത്തെ ചോദ്യം നോക്കാം. തുർക്കിയിലെ ഖലീഫയുടെ അധികാരം തകർത്ത ബ്രിട്ടീഷ് നയത്തിനെതിരെ അലി സഹോദരന്മാർ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനം, നിസ്സഹരണ പ്രസ്ഥാനം, ഹിന്ദ് സ്വരാജ് പ്രസ്ഥാനം, സ്വരാജ് പാർട്ടി. ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനമാണല്ലേ. മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലി അല്ലേ എന്നീ അലി സഹോദരന്മാരാണ് ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഗാന്ധിജി എന്ത് ചെയ്തു? നിസ്സഹരണ പ്രസ്ഥാനവുമായി കൂട്ടിച്ചേർത്ത് ഹിന്ദു മുസ്ലിം ഐക്യം ശക്തമാക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി ഇത് യൂസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതാണെന്ന് കണ്ടെത്തുക. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ കർഷകരെ തീൻകദിയ സമ്പ്രദായ പ്രകാരം നിർബന്ധിതമായി നീലം കൃഷി ചെയ്യിക്കുന്നതിനെതിരെയായിരുന്നു ഈ സമരം. ഏതാണ് ഇതിൽ ആൻസർ വരുന്നത്? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്?
ഓപ്ഷൻ സി അല്ലേ, 1, 2 എന്നിവ ശരിയാണ്. എന്നായിരുന്നു ഇത് ചമ്പാരൻ സത്യാഗ്രഹം? 1917 ബീഹാറിലെ ചമ്പാരനിൽ എന്ത് നടത്തി? തീൻഗതിയ സമ്പ്രദായ പ്രകാരം നീലം അല്ലേ, ഇൻഡിഗോ കൃഷി ചെയ്യാൻ നിർബന്ധിതരായ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി ഗാന്ധിജി ഇന്ത്യയിലെ തൻ്റെ ആദ്യത്തെ വിജയകരമായ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഖേദ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? നോക്കാം. കടുത്ത വരൾച്ചയ്ക്കും വിളനാശവും ഉണ്ടായിട്ടും നികുതി ഇളവ് നൽകാത്ത അധികാരികൾക്കെതിരെ ഗുജറാത്തിലെ കർഷകരെ സംഘടിപ്പിച്ചാണ് ഈ സമരം നടത്തിയത്. പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതിനെതിരെ തുണിമിൽ തൊഴിലാളികൾ നടത്തിയ സമരമായിരുന്നു ഇത്. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു അല്ലേ. ഏതാണ് അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത്? 2 മാത്രമാണ് അല്ലേ, 2 മാത്രം ശരിയല്ല. രണ്ടാമത്തെ പ്രസ്താവന എന്തുമായി ബന്ധപ്പെട്ടതാണ്? അഹമ്മദാബാദ് മിൽ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഖേദ സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ അവിടെ കടുത്ത വരൾച്ചയൊക്കെ കാരണം നികുതി ഇളവ് ലഭിക്കാൻ വേണ്ടിയിട്ട് കർഷകർ നടത്തിയതാണ് ഇത് ഖേദ സത്യാഗ്രഹം. ഓക്കെ, അടുത്തത്, 1-ാം ലോക മഹായുദ്ധം ഇന്ത്യയിലുണ്ടാക്കിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വിശകലനം ചെയ്യുക. യുദ്ധച്ചെലവുകൾ നേരിടാൻ ബ്രിട്ടീഷ് സർക്കാർ ജനങ്ങളിൽ കനത്ത നികുതി ചുമത്തി. വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതി വൻതോതിൽ വർദ്ധിച്ചതുമൂലം ഇന്ത്യൻ വിപണി തകർന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ കയറ്റുമതി ഇന്ത്യയിൽ വലിയ ക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണമായി. മേൽ പറഞ്ഞവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? 1-ാം ലോക മഹായുദ്ധം എങ്ങനെയൊക്കെ ഇന്ത്യയിൽ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി എന്നതാണ് ചോദ്യം. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1-ഉം ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1-ഉം 3-ഉം അല്ലേ? എന്തുകൊണ്ടാണ്? അപ്പം 1-ാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യയിൽ നികുതി വർധനവുണ്ടായിരുന്നു. പിന്നെ ധാന്യങ്ങൾ യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ അവിടെ കടുത്ത ക്ഷാമമാണ് ഉണ്ടായത്. പ്രസ്താവന 2 ശരിയാണോ? അല്ല, അത് തെറ്റാണ്. 10-ാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1919 ഏപ്രിൽ 13-നാണ് അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ഈ ദുരന്തം നടന്നത്. ഈ നരനായാട്ടിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷ് സർക്കാർ നൽകിയ നൈറ്റ്ഹുഡ് പദവി ഉപേക്ഷിച്ചു. ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്നാണ്? ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ ശരിയായിട്ടുണ്ട്? 1-ഉം 2-ഉം ശരിയാണല്ലേ. റൗലറ്റ് നിയമപ്രകാരം നമ്മുടെ ആരായിരുന്നു? ജനറൽ ഡയർ ആയിരുന്നു അല്ലേ. ജനറൽ ഡയർ വെടിവെപ്പ് നടത്തിയതായിരുന്നു റെജിനാൾഡ് ഡയർ 1919 ഏപ്രിൽ 13-ന്. അത് പ്രതിഷേധിച്ചിട്ടാണ് രവീന്ദ്രനാഥ് ടാഗോർ പദവി ത്യജിക്കുന്നത്. 11, സ്വരാജ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1923 കോൺഗ്രസിനുള്ളിൽ വെച്ചാണ് സ്വരാജ് പാർട്ടി രൂപീകൃതമായത്. നിയമസഭകൾ പൂർണ്ണമായി ബഹിഷ്കരിച്ച് തെരുവിലിറങ്ങി സമരം ചെയ്യുക എന്നതായിരുന്നു ഈ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം. ശരിയായവയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ളത്? 11-ാമത്തെ 1 മാത്രമാണ് ശരി അല്ലേ. എന്തുകൊണ്ടാണ്? രണ്ടാമത്തേൽ പറയുന്നത് എന്താ? ഇവർ നിയമസഭ ബഹിഷ്കരിച്ചു എന്നാണ് പറയുന്നത്. തെറ്റല്ലേ? കാരണം നിയമസഭകൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് നിയമസഭകളിൽ പ്രവേശിച്ച് ഉള്ളിൽ നിന്ന് ബ്രിട്ടീഷ് നയങ്ങളെ എതിർക്കുക എന്നതായിരുന്നു സ്വരാജ് പാർട്ടിയുടെ യഥാർത്ഥ ലക്ഷ്യം. അടുത്ത ചോദ്യം, 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ കോഡ് തിരഞ്ഞെടുക്കുക. ഇന്ത്യയുടെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പരിപൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. 1930 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. ഇതിൽ ശരിയായതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, 2 അല്ലേ. 1-ഉം 2-ഉം ശരിയാണ്. ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം വഴി ചരിത്രത്തിൽ ഇടം നേടിയ ഒന്നാണല്ലേ. ആ സമ്മേളനത്തിന് തീരുമാനപ്രകാരമാണ് 1930 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായിട്ട് രാജ്യവ്യാപകമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ,
ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1927 നിയമിച്ച സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ പ്രധാന കാരണം ഏതായിരുന്നു? കമ്മീഷൻ തലവൻ ഒരു ബ്രിട്ടീഷുകാരനായതിനാൽ കമ്മീഷനിൽ ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല. കമ്മീഷൻ പൂർണ്ണ സ്വരാജ് അംഗീകരിക്കാത്തതിനാൽ, ഗാന്ധിജിക്ക് കമ്മീഷനിൽ അംഗത്വം നൽകാത്തതിനാൽ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. കമ്മീഷനിൽ ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല അല്ലേ. ഇന്ത്യക്കാരുടെ ഭാവി നിശ്ചയിക്കുന്ന ഭരണഘടനാ പരിഷ്കാര കമ്മീഷനിലാണ് ഒരൊറ്റ ഇന്ത്യൻ പ്രതിനിധി പോലും ഇല്ലാതെയായത്. അതുകൊണ്ടാണ് സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവുമൊക്കെ ആയിട്ട് ഈ കമ്മീഷനെ ബഹിഷ്കരിച്ചത്. അങ്ങനെ 13 ചോദ്യങ്ങളാണ് നമ്മൾ ആ പാർട്ട് 1 ഇതിൽ നിന്ന് 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് പാർട്ട് 1 ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി പാർട്ട് 2 ഇന്ന് രാത്രി ഉണ്ടാവും. അപ്പോൾ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് എടുക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. എല്ലാ അപ്ഡേറ്റ്സും അതിലാണ് ഉണ്ടാവുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആതിര സൈനിങ് ഓഫ്.